ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ തമ്പിയുടെ വീട് നീ തട്ടിയെടുത്തു. എന്റെ മിടുക്ക് അപാരം തന്നെയാണ്. ഞാൻ തട്ടിയെടുത്തു എന്നല്ല, നമ്മൾ തട്ടിയെടുത്തു. ഇനി അയാൾ പരിപാടി തന്നെ. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എന്നെ പരിപാടിയിലാക്കിയിട്ട് നീ അങ്ങനെ ജീവിക്കാൻ നോക്കണ്ട. നിന്നെ ഞാൻ എന്റെ ദേഹത്ത് കളിയാക്കാനുള്ള യോഗ്യത നിൽക്കില്ല. എനിക്ക് നീ പോരാ. ഇതെന്റെ പഴയ ആളാ. കടന്നു പോകാൻ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഇന്ന് അണ്ടർ സെക്രട്ടറിയായിട്ട് ജോയിൻ ചെയ്യാൻ ഓർഡർ വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ എനിക്കെന്തോ താല്പര്യം തോന്നുന്നില്ല. സ്കൂളിലെ ജോലി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചിക്കും അതൊരാശ്വാസമാണ്. ദേവി, ഇത് ഗവൺമെന്റ് ഓർഡറാണ്. ദേവി അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അമ്മാവാ, താക്കോല് വരും. ദേവി ഈ താക്കോല് വെച്ചുള്ളൂ. എപ്പോൾ വേണമെങ്കിലും നിനക്കിവിടെ വരാം. ഈ കാർ എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പോകും. ഹലോ, SP ആണ്. ജീപ്പ് അയക്കും. സാർ പറഞ്ഞിരിക്കാം. ആ, ഇതാ താക്കോൽ. വരട്ടെ. ശരി. പൊടിയൻ ഫിലിം ബോക്സ് എടുക്കാനായി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. അളിയോടെ വന്നിരുന്നപ്പോ സാർ നല്ല ഉറക്കമായിരുന്നു. സാറെന്ത് വിഷമിച്ചിരിക്കുന്നത്? മേരി ഇല്ലാതെ എനിക്ക് ഒരു സുഖവുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. അളിയൻ പോകുമ്പോ ദേവിക്ക് ഫോൺ ചെയ്യാൻ എന്നോട് പറഞ്ഞു. ചെയ്തോ. ഹലോ, ആരാ? ഹലോ, ബേബി ഉണ്ടോ? ഞാൻ പൊടിയൻ, തിയേറ്ററിലെ മാനേജറാണ്. പൊടിയൻ സാറാണോ? ബേബി ഇവിടെ ഇല്ല, ഒരു ഫംഗ്ഷന് പോയിരിക്കുക. ഇന്നലെ തിയേറ്ററിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എന്റെ അനുജത്തിയെ നിങ്ങളും ബോസും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല.
നമ്മുടെ വീട്ടിലൊരു പാർട്ടിയുണ്ട്. സാറിനെയും ബോസിനെയും എന്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സാർ എപ്പോ വരും? പച്ച ക്ലോസ് ചെയ്തിട്ട് ഞാനും ബാസും ശരി. അവിടെ പൊടിയനില്ലാതെ പൊടിയനില്ലെങ്കിൽ പൊടിയന്റെ അളിയനുണ്ട്. സാറിന് കിട്ടിയ ഒരു അമ്മാവൻ സ്റ്റേഷനിലേക്ക് വിളിക്കും. പുതിയ ഇൻസ്പെക്ടർ വന്നോ എന്ന് റൈറ്ററോട് ചോദിക്കൂ. ശരി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് എസ് പിയുടെ വീട്ടിൽ നിന്നാണ്. പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടോ? ശരി. ഇരിക്കും. 4-5 കേസ് പെൻഡിങ്ങിലിരിക്കുകയാണ്. നേരത്തെയുള്ള ഇൻസ്പെക്ടർ ശരിയല്ല. അതുകൊണ്ടാണ് DIGയോട് പറഞ്ഞ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. കേസ് ഫയൽ നമ്പർ 7 കേസ് ഉടനെ കണ്ടുപിടിക്കണം. വെള്ളറട വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഒരു കുട്ടിയുടെ മാല 2 മാസത്തിനു മുമ്പ് 3-4 റൗഡികൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി. ആ സ്കൂളിലെ മാനേജർ, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. DIG എന്നോട് പല പ്രാവശ്യം ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നു. അതുടനെ ശരിയാക്കണം. ഓക്കെയുള്ളൂ. നിൽക്കൂ. ഇവിടുത്തെ സിനിമാ തിയേറ്റർ പ്രൊപ്പറേറ്റർ മിസ്റ്റർ തമ്പിയുടെ വീട് ആറാട്ടുകുഴിയാണ്. അദ്ദേഹത്തെ കണ്ട് ഞാൻ വരാൻ പറഞ്ഞതായി പറയണം. ശരി സർ. സിവിൽ ഡ്രസ്സിൽ പോയാൽ മതി. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറയണം. ശരി. ശരി സർ. ഇഷ്ടപ്പെടുന്നു. ശാന്തിക്ക് വേറെ ആരുമില്ലേ? ഞാൻ എറണാകുളത്ത് ഷീല ഹോട്ടലിൽ കാബ്ര ഡാൻസർ ആയിരുന്നു. അപ്പോൾ ഒരു പ്രായം ചെന്ന ആൾ എന്നെ സ്നേഹിക്കുകയും തുടർന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ വീട് എന്റെ പേരിൽ എഴുതി തരികയും ചെയ്തു. മസ്കറ്റിൽ നിന്നും ടെലിഗ്രാം വന്നപ്പോൾ അദ്ദേഹം മസ്കറ്റിലേക്ക് പോയി. അതിനുശേഷം ഒരു മാസം 5000 രൂപ അയച്ചു തന്നു. 3 മാസമായി കാശൊന്നും വരുന്നില്ല. അതിനെന്താ, എല്ലാം ഞാൻ ശരിയാക്കാം.